ശ്രീരാമനാമം ജപസാരസാഗരം ജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരോഗ്യ കവിതാശാഖം വന്ദേ വാൽമീകി കോകിലം. ഒരു ഏകശ്ലോകി ഭാഗവതം. പൂർവം രാമതപോവനാ നിഗമനം ഹത്വാ മൃഗം കാഞ്ചനം വൈദേഹീഹരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലീ നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീ മർദ്ദനം കൃത്വാ രാവണ കുംഭകർണനിധനം സമ്പൂർണ്ണ രാമായണം. ക്രോധാകാരപ്രവേശം. മന്ദര ചൊന്ന പോലെ അധീനേതുമനന്തരം കൂടാതെ ചെന്നു കൈകേയിയും പഥ്യമിതൊക്കെ തനിക്കെന്നു കൽപ്പിച്ചു ചിത്തമോഹേന ഗോപാലയം മേവിനാൾ. കൈകേയി മന്ധരായോടു ചൊന്നാളിനി രാഘവൻ ഗാനനത്തിനു പോവോളവും ഞാനിവിടെ കിടന്നിടുവനല്ലായെങ്കിൽ പ്രാണനെയും കളഞ്ഞിടുവൻ നിർണയം. ഭൂപരിത്രാണാർത്ഥമിന്നു ഭരതനും ഭൂപതി ചെയ്താനഭിഷേകമെങ്കിൽ ഞാൻ വേറെ നിനക്കു ഭോഗാർത്ഥമായി നൽകുവൻ 100 ദേശങ്ങളോ അതിനുള്ള സംശയം. ഏതോ മിതിന്നോരിളക്കം വരാകി നീ ചേതസി ചിന്തിച്ച കാര്യം വരും ദൃഢം എന്നോ പറഞ്ഞു പോയിടിനാൽ മന്ധര പിന്നെ യൗവണ്ണമനുഷ്ഠിച്ചു രാജ്ഞിയും. ധീരനായേറ്റം ദയാന്വിതനായി ഗുണാചാര സംയുക്തനായി നീതിജ്ഞനായി നിജ ദേശിക വാക്യസ്ഥിതനായി സുശീലനായി ആശയാശുദ്ധനായി വിദ്യാനിരതനായി ശിഷ്ടനായുള്ളവാനെന്നങ്ങിരിക്കലും ദുഷ്ടസംഗം കൊണ്ടു കാലാന്തരത്തിനാൽ സജ്ജന നിന്ദ്യനായി വന്നുകൂടും ദൃഢം ദുർജന സംസർഗമേറ്റ മകാലവേ വർജിക്ക വേണം പ്രയത്നേന സൽപുമാൻ കജ്ജളം പറ്റിയാൽ സ്വർണവും നിഷ്പ്രഭം. കൈകേയി വരപ്രാർത്ഥന. എങ്കിലോ രാജാ ദശരഥനാദരാൽ പങ്കജനേത്രാഭ്യുദയം നിമിത്തമായി മന്ത്രി പ്രഭൃതികളോടും പറഞ്ഞുകൊണ്ടന്തപുരമകം ബുക്കരുളിടിനാൻ. അന്നേരമാത്മപ്രിയതമായാകിയ തന്നെ പത്നിയെ കാണായിക കാരണം എത്രയും വിഹ്വലനായ ഒരു ഭൂപനും ചിത്തതാരികൾ നിർബോധിച്ചതീദൃശം. മന്ദിരം തന്നെ ഞാൻ എന്നുകൂടും വിധോ മന്ദസ്മിതം ചെയ്തരികെ വരും പുരാ സുന്ദരിയാമകളിന്നെന്നു പോയിനാൻ മന്ദമാകുന്നതുന്മേഷമെൻ മാനസേ. ചൊല്ലുവിൻ ദാസികളെ ഭവൽ സ്വാമിനെ കല്യാണഗാത്രി മറ്റെങ്ങു പോയിടിനാൾ. ഏവം നരപതി ചോദിച്ച നേരത്തു ദേവി തന്നാളികളും പറഞ്ഞിടിനാർ. ക്രോധാലയം പ്രവേശിച്ചതീന്മൂലമേതു അറിഞ്ഞില്ല ഞങ്ങളോ മന്നവ തത്ര ഗത്വാ നിന്തിരുവടി ദേവി തൻ ചിത്തമനുസരിച്ചിടുക വൈകാതെ എന്നതു കേട്ടു ഭയേന മഹീപതി ചെന്നങ്ങരീകത്തിരുന്നു സസംഭ്രമം. മന്ദമന്ദം തലോടി പ്രിയേ സുന്ദരി ചൊല്ലുവാലുണ്ടിയോ വല്ലഭേ നാഥേ വെറും നിലത്തുള്ള പൊടിയണിഞ്ഞാതങ്കമോടു കിടക്കുന്നതെന്തു നീ ചേതോ വിമോഹരൂപേ ഗുണശീലേ ഖേദമുണ്ടായുധം തന്നോട് ചൊൽകടോ. മൽപ്രജാവൃന്ദമായുള്ളവരാരുമേ വിപ്രിയം ചെയ്യുകയുമില്ല നിനക്കെടോ. നാരികളോ നരന്മാരോ ഭവതിയോടാരോരോ വിപ്രിയം ചെയ്തോരു വല്ലഭേ. രത്നനെന്നാകിലും മധ്യനെന്നാകിലും ദണ്ഡമെനിക്കതേനില്ല നിരൂപിച്ചാൽ സിദ്ധനാൻ എത്രയോ നിഷ്ടൻ നിനക്കെങ്കിൽ അർത്ഥപതിയാക്കി വൈപ്പവനെ ഞാൻ അർത്ഥവാനേറ്റാമനിഷ്ടൻ നിനക്കെങ്കിൽ നിർധനനാക്കും അവനെ ഞാൻ വധ്യനെ നൂനമവധ്യനാക്കിയിടുവൻ വധ്യനാക്കിയിടാമവധ്യനെ വേണ്ടുകിൽ നൂനം നിനക്കധീനം മമ ജീവനം മാനിനി ഖേദിപ്പതീനെന്തു കാരണം മൽപ്രാണനേക്കാൾ പ്രിയതമാനാകുന്നതിപ്പോൾ എനിക്കോ മൽപുത്രനം രാഘവൻ. അങ്ങനെയുള്ള രാമൻ മമ നന്ദനൻ മംഗലശീലനം ശ്രീരാമനാണ് ഞാൻ അങ്കനാരത്നമേ ജൈവന്തവാഹിതമിങ്ങനെ ഖേദിപ്പിയായികമാം വല്ലഭേ. യുദ്ധം ദശരഥൻ കൈകേയി തന്നോടു സത്യം പറഞ്ഞതു കേട്ടു തെളിഞ്ഞവൾ കണ്ണുനീരും തുടച്ചു സ്ഥാനവും ചെയ്തു മന്നവൻ തന്നോടു
മുര ചെയ്താൾ. സത്യപ്രതിജ്ഞനായുള്ള ഭവാൻ മമ സത്യം പറഞ്ഞതു നേരെങ്കിലെന്നുടെ സത്യമായുള്ളതിനെ പറഞ്ഞിടുവൻ വ്യക്തമാക്കിയിടായിക സത്യത്തെ മാന്നവ. എങ്കിലോ കണ്ടു സുരാസുരായോധനെ സങ്കടം തീർത്തു രക്ഷിച്ചേൻ ഭവാനെ ഞാൻ സന്തുഷ്ടചിത്തനായെന്നു ഭവാൻ മമ ചിന്തിച്ചു രണ്ടോ വരങ്ങൾ നൽകിയില്ലയോ. വേണ്ടുന്ന നാളപേക്ഷിക്കുന്നതുണ്ടെന്ന് വീണ്ടും വരങ്ങൾ തരികെന്നു ചൊല്ലി ഞാൻ വെച്ചിരിക്കുന്നു ഭവാങ്കലതോ രണ്ടും ഇച്ഛയുണ്ടെന്നു വാങ്ങിയിടുവാൻ ഭൂപതേ എന്നതിലൊന്നു രാജ്യാഭിഷേകം ഭവാനിന്നു ഭരതനു ചെയ്യണമെന്നതും പിന്നെ മറ്റേതു രാമൻ വനവാസത്തിനെന്നു തന്നെ ഗമിക്കണമെന്നുള്ളതും. ഭൂപതി വീരൻ ജടാവൽക്കലം പൂണ്ടു താപസവേഷം ധരിച്ചു വനാന്തരെ കാലം 14 വത്സരം വാഴണം മൂലഫലങ്ങൾ ഭുജിച്ചു മഹീപതേ. ഭൂമി പാലിപ്പാൻ ഭരതനെയാക്കണം രാമാനുഷ സീവനത്തിനു പോകണം എന്നിവ രണ്ടു വരങ്ങളും നൽകുന്നു മരണമെനിക്കില്ല നിർണയം എന്നു കൈകേയി പറഞ്ഞോരനന്തരം മന്നവൻ മോഹിച്ചു വീണാനവധിയിൽ വജ്രമേറ്റദ്രീപതിച്ച പോലെ ഭുവി സത്വരാതേജസ വീണിതു ഭൂപനും. പിന്നെ മുഹൂർത്തമാത്രം ചെന്നു നേരത്ത് കണ്ണുനീർ വാർത്തു വിറച്ചോ നൃപാധിപൻ. ദുസ്സഹ വാക്കുകൾ കേൾക്കായിതെന്തയോ ദുസ്വപ്നമാഹന്ത കാൺകയോ ഞാനിക ചിത്തഭ്രമം ബലാലുണ്ടാകയോ മമ മൃത്യു സമയമുപസ്ഥിതമാകയോ കിംകേമതൽകൃതം ശങ്കരാദേവമേ പങ്കജാലോചനാഹ പരബ്രഹ്മമേ. വ്യാഘ്രിയെ പോലെ സമീപേ വസിക്കുന്ന മൂർഖമതിയായ കൈകേയി തന്മുഖം നോക്കി നോക്കി ഭയം പൂണ്ടു ദശരഥൻ ദീർഘമായി വീർത്തേവാമരുൾ ചെയ്തു. എന്തിവണ്ണം പറയുന്നതു ഭദ്രേ നീ എന്തു നിന്നോടു പിടച്ചതു രാഘവൻ മൽപ്രാണഹാനികരമായ വാക്കു നീ ഇപ്പോഴുര ചെയ്വതിനെന്തു കാരണം. എന്നോടു രാമഗുണങ്ങളെ വർണ്ണിച്ചു മുന്നമെല്ലാം നീ പറഞ്ഞതു കേൾപ്പുണ്ട്. എന്നെയും കൗസല്യദേവിയെയും അവൻ തന്നുള്ളിലല്ലോ ഒരു ഭേദമൊരിക്കലും എന്നല്ലോ മുന്നം പറഞ്ഞിരുന്നു നിനക്കിന്നു ഇന്നതോ തോന്നുവാൻ എന്തോരു കാരണം. നിന്നുടെ പുത്രനു രാജ്യം തരാമല്ലോ അന്വേഷിന് രാമൻ പോകണമെന്നുണ്ടോ. രാമനാലേതും ഭയം നിനക്കുണ്ടാക ഭൗമീപതിയ ഭരതനിരുന്നാലും എന്നു പറഞ്ഞു കരഞ്ഞു പോ. ചെന്നുടൻ കാക്കൽ വീണു മഹിപാലനും ജനേത്രങ്ങളും ജവാപ്പിച്ചു കൈകേയും ധാത്രീപതീശ്വരനോട് ചൊല്ലിയിടിനാൾ. ഭ്രാന്തനെന്നാകയോ ഭൂമിപതേ ഭവാൻ ഭ്രാന്തി വാക്യങ്ങളൊല്ലുന്നതെന്തിങ്ങനെ ഘോരങ്ങളായ നരകങ്ങളിൽ ചെന്നു ചേരും അസത്യവാക്യങ്ങൾ ചൊല്ലിയിടിനാൻ. പങ്കജനേത്രനം രാമാനുഷസിനു ശങ്കാമീനം മനത്തിനു പോകായിൽ എന്നുടെ ജീവനെ ഞാൻ കളഞ്ഞിടുവൻ മന്നവൻ മുമ്പ് നിന്നില്ല ഒരു സംശയം. സത്യസന്ധൻ ഭുവി രാജാ ദശരഥൻ എത്രയുമെന്നുള്ള കീർത്തി രക്ഷിക്കണം. സാധുമാർഗത്തെ വെടിഞ്ഞതു കാരണം യാതന ദുഃഖാനുഭൂതിയുണ്ടാക്കേണ്ട. രാമോപരി ഭവൻ ചെയ്ത ശബദ്ധവും ഭൂമിപതേ വൃഥാ മിഥ്യയാക്കിയിടല. കൈകേയി തന്നെ നിർബന്ധവാക്യവും രാഘവനോടു വിയോഗം വരുന്നതും ചിന്തിച്ചു ദുഃഖ സമുദ്രേ വിമഗ്നായി സന്താപമോടു മോഹിച്ചു വീണിടിനാൻ. പിന്നെ ഉണർന്നിരുന്നും കിടന്നും മകൻ തന്നെ ഓർത്തും പറഞ്ഞു സദാ. രാമേതി പ്രലാപേന യാമിനി പോയതു വത്സരതുല്യമായി ചെന്നോരോണോദയത്തിനു സഹോദരം മന്ദികൾ ഗായകന്മാരെന്നിവരെല്ലാം മംഗളവാദ്യസ്തുതി ജയ ശബ്ദേന സംഗീതാഭേദങ്ങൾ എന്നിവറ്റ കൊണ്ടും പള്ളിക്കുറുപ്പുണർത്തിയിടിനാനന്നേരം ഉള്ളിലുണ്ടായ കോപേന കൈകേയും ക്ഷിപ്രമവരെ നിവാരണവും ചെയ്താൾ. വിഭ്രമം കൈക്കൊണ്ടു നിന്നാരവർകളും അപ്പോൾ അഭിഷേക കോലാഹലാർത്ഥമായി താൽപുരമൊക്കെ നിറഞ്ഞു ജനങ്ങളാൽ. ഭൂമിദേവന്മാരും ഭൂമിപാലന്മാരും ഭൂമിസ്പൃശാദി ജനങ്ങളും താപസവർഗവും കന്യകാ വൃന്ദവും ശോഭ തേടുന്ന വെൺകൊറ്റക്കുട തഴ ചാമരം താലവൃന്ദം കൊടി തോരണം ചാമീകരാഭരണാദ്യലങ്കാരവും വാരണവാജീരഥങ്ങൾ പതാകയും വാരനാരീജനം പൗരജനങ്ങളും ഹേമരത്നോജ്വല ദിവ്യസിംഹാസനം ഹേമകുംഭങ്ങളും ശാർദൂല ചർമ്മവും മറ്റും വസിഷ്ഠൻ നിയോഗിച്ചതൊക്കവേ കുറ്റമൊഴിഞ്ഞാശു സംഭരിച്ചിടിനാൻ. സ്ത്രീബാലവൃദ്ധാവധി പുരവാസികളാബദ്ധ
കൗതൂഹലാബ്ധിനിമഗ്നരായി രാത്രിയിൽ നിദ്രയും കൈവിട്ടു മനസ്സെ ചീർത്ത പരമാനന്ദമോടുമെവിനാൻ നമ്മുടെ ജീവനം രാമകുമാരനെ നിർമ്മല രത്നകിരീടമണിഞ്ഞതി രമ്യ മകരായുധ മണികുണ്ടല സമ്മുഗ്ധ ശോഭിത ഗണ്ഡസ്ഥലങ്ങളും പുണ്ടരീകച്ഛത ലോചന ഭംഗിയും പുണ്ടരീകാരാതിമണ്ഡല തുണ്ടവും ചന്ദ്രിക സുന്ദര മന്ദസ്മിതാഭയും കുന്ദമുകുള സമാനദന്തങ്ങളും ബന്ധൂകസൂന സമാനാദരാഭയം കന്ധരാരാജിത സൗസുഭാരത്നവും ബന്ധുരാഭം തിരുമാറുമുദരവും സന്ധ്യാഭ്രസന്നിഭാപീതാംബരാഭയും പൂഞ്ചേലമീതെ വിളങ്ങി മിന്നിടുന്ന കാഞ്ചന കാഞ്ചികളും തന്നു മധ്യവും കുംഭീകുലോത്തമൻ തുമ്പിക്കരം കൊണ്ടു കുമ്പിട്ടു കൂപ്പിടും ഒരു കണ്ഡങ്ങളും കുംഭീന്ദ്രമസ്തക സന്നിഭാജാനുവും മന്ദിരേ അംബോജബാണാനിഷങ്കാഭജങ്കയും കമ്പങ്കലർന്നു കമാഠപ്രവരനും കുമ്പിടുന്നൊരു പുറവടി ശോഭയും അംബോജതുല്യമാമംഗ്രീതലങ്ങളും ജംഭാരിരത്നം തൊഴും തിരുമേനിയും ഭാരകടക വലയാങ്കുലിയാതിരാരൂതരാഭരണാവലിയം കൊണ്ടു വാരണ വീരൻ കഴുത്തിൽ തിറത്തോടു ഗൗരാതപത്രം ധരിച്ചരീകേ നിജ ലക്ഷ്മണനാകിയ സോദരൻ തന്നോടും ലക്ഷ്മീ നിവാസനം രാമചന്ദ്രൻ മുര കാണായി വരുന്നു നമുക്കിനി എന്നിതം മാനസതാരിൽ കൊതിച്ച് നമുക്കെല്ലാം ക്ഷോണീപതി സുതനാകിയ രാമനെ കാണായി വരും പ്രഭാദേവത നിർണയം രാത്രിയാം ലക്ഷസി പോകുന്നതില്ലെന്നു ചീർത്ത വിഷാദമോട സുഖ്യം ഉൾക്കൊണ്ടു മാർത്താണ്ഡ ദേവനെ കാണാനിരുത്തി വീണു മുഴുകിയും പിന്നെയും പൊങ്ങിയും മാണിടാൻ വാണിയിടിനാൻ പുരവാസികളാദരാൽ അഭിഷേക വിഘ്നം അന്നേരം ആദിത്യനു മുതിച്ചേടിനാൻ മന്നവൻ പുണർന്നീനെന്നും എന്തോ ഒരു മൂലമിതീനെന്നു മാനസേ ചിന്തിച്ചു ചിന്തു മന്ദം ബന്ധം തഥാ മന്ത്രിപ്രവരനാകുന്ന സുമന്ത്രനു മന്ദപുരമകം പുക്കാനുദ്രുതം രാജീവമിത്ര ഗോത്രോദ്ഭൂതഭൂപതേ രാജരാജേന്ദ്ര പ്രവരാജയ ഇത്തം നൃപനെ സ്തുതിച്ചു നമസ്കരിച്ചു ധാനവും ചെയ്തു വന്ദിച്ചു നിന്നപ്പോൾ എത്രയും ഖിന്നനായി കണ്ണുനീരും വാർത്തു പൃഥ്വിയിൽ തന്നെ കിടക്കും നരേന്ദ്രനെ ചിത്താകുലത്തെയ കണ്ടു സുമന്ത്രനും സത്വരം കൈകേയി തന്നോട് ചോദിച്ചാൻ ദേവനാരീ സമേ രാജപ്രിയതമേ ദേവി കൈകേയി ജയ ജയ സന്തതം ഭൂലോകപാലൻ പ്രകൃതി പകരുവാൻ മൂലമെന്തൊന്നു മഹാരാജവല്ലഭേ ചൊല്ലുകന്നടന്നു കേട്ടു കൈകേയും ചൊല്ലിയതിനാളാശു സുമന്ത്രരോടന്നേരം രാത്രി പതീന്ദ്രനോ നിദ്രയുണ്ടായില്ല രാത്രിയിലെന്നതു കാരണമാകയാൽ സ്വസ്ഥനല്ലാതെ ചമഞ്ഞിതു തന്നെ ചിത്തത്തിന് സ്വതന്ത്രത്വം ഭവിക്കയാൽ രാമേതി ജപിക്കയും രാമനെ തന്നെ മനസ്സിൽ ചിന്തിക്കയും ഉദ്യൽ പ്രജാകര സേവയും ചെയ്യുകയാൽ അത്യന്തമാകുലനായിതു മുന്നവൻ രാമനെ കാണാഞ്ഞു ദുഃഖം നൃപേന്ദ്രനു രാമനെ ചെന്നു വരുത്തുക വൈകാതെ എന്നതു കേട്ടു സുമന്ത്രനും കുമാരനെ കൊണ്ടുവരാമല്ലോ രാജീവലോചനെ പോകുന്നതെങ്ങനെ എന്നതു കേട്ടു ഭൂപാലനും ചൊല്ലിനാൻ ചെന്നു നീ തന്നെ വരുത്തുക രാമനെ സുന്ദരനായൊരു രാമകുമാരനാം നന്ദനൻ തന്മുഖം വൈകാതെ കാണണം എന്നതു കേട്ടു സുമന്ത്രനുഴറിപ്പോൾ ചെന്നു കൗസല്യാസുതനോട് ചൊല്ലിനാൻ താതൻ ഭവാനയുണ്ടല്ലോ വിളിക്കുന്നു സാദരം വൈകാതെ എഴുന്നള്ളുക വേണം മന്ത്രിപ്രവരവാക്യം കേട്ടു രാഘവൻ മന്ദേതരാമവൻ തന്നോട് കൂടവേ സൗമിത്രിയോടും കരേറിയതോപരി പ്രേമാവിവശനം താതൻ മരുവിടും മന്ദിരേ ചെന്നു പിതാവിൻ പദദ്വയം വന്ദിച്ചു നിന്നു നമസ്കരിച്ചിടിനാൻ രാമനെ ചെന്നടുത്താലിംഗനം ജൈവൻ ഭൂമിപനാശു സമുദ്ധായ സംഭ്രമാൽ ബാഹുക്കൾ നീട്ടിയ നേരത്തു ദുഃഖേന മോഹിച്ചു ഭൂമിയിൽ വീണിതു ഭുവനും രാമേതി പറഞ്ഞു മോഹിച്ചൊരു ഭൂമിവനെ കണ്ടു വേഗേന രാഘവൻ താതനെ ചെന്നെടുത്ത ആശ്ലേഷവും ചെയ്തു സാദരം തല്ലേ മടിയിൽ കിടത്തിനാൻ നാരീ ജനങ്ങളതു കണ്ടനന്തരമാരുടെ ശോക വിലാപം തുടങ്ങിനാൻ രോദനം കേട്ടോ വസിഷ്ഠ മുനീന്ദ്രനും
ഏതേന മന്ദിരം പൊക്കിതു സത്വരം. ശ്രീരാമദേവനും ചോദിച്ചിതന്നേരം കാരണമെന്തോന്നു താത ദുഃഖത്തിനു. നേരെ പറവീനറിഞ്ഞവരെന്നതും നേരെ പറഞ്ഞിരു കേകയ പുത്രിയും. കാരണം താത ദുഃഖത്തിനു നീ തന്നെ പാലിൽ സുഖം ദുഃഖമൂലമല്ലോ നൃണാം ചേതസീനെ നിരൂപിക്കലോതിനി താതനു ദുഃഖ നിവൃത്തി വരുത്തുവാൻ ഭർത്തൃദുഃഖോപശാന്തിക്കു കിഞ്ചിൽ ത്വയ കർത്തവ്യമായൊരു കർമ്മമെന്നായി വരും. സത്യവാദി ശ്രേഷ്ഠനായ പിതാവിനെ സത്യപ്രതിജ്ഞനാക്കിയിടുക നീയത്. ചിത്താഹിതം നൃപതീന്ദ്രനു നിർണയം പുത്രരിൽ ജ്യേഷ്ഠനാകുന്നതു നീയല്ലോ. രണ്ടു വരമമാദത്തമായിട്ടുണ്ട് കണ്ടു നിന്ദാതന സന്തുഷ്ട ചേതസാം. നിന്നാല് സാധ്യമായുള്ളതു രണ്ടുമെന്നു തരേണമെന്ന് അർത്ഥിക്കുകയും ചെയ്തേൻ. നിന്നോടതു പറഞ്ഞിടുവാൻ നാണിച്ചു ഖിന്നനായി വന്നിതു. ഗാതനറിക നീ സത്യപാശേന സംബന്ധനം ഗാതനെ സത്വരം രക്ഷിപ്പതിന്നു യോഗ്യൻ ഭവാൻ. പുന്നാമമാകും നരകത്തിൽ നിന്നുടൻ തന്നെ താതനെ ത്രാണനം ചെയ്യുകയാൽ പുത്രൻ എന്നുള്ള ശബ്ദം വിധിച്ചു. ശതപത്ര സമുദ്ഭവൻ എന്നതറിയുക നീ. മാതൃവചന ചൂലാഭീഹതനായ മേദിനി ബാലകുമാരനം രാമനും എത്രയും ഏറ്റം വ്യതീതന ചൊല്ലിനാൻ. ഇത്രയെല്ലാം പറയണമോ മാതാവേ. താതാർത്ഥമായിട്ടു ജീവനെ തന്നെയും ഞാൻ ഉപേക്ഷിപ്പേനതിനില്ല സംശയം. മാനസേ ഖേദം ഇല്ല അതിനില്ല എനിക്കേതും. രാജ്യമെന്നാകിലും താതൻ നിയോഗിക്കൽ ത്യാജ്യമെന്നാലെന്നറിയുക നീ മാതാവേ. ലക്ഷ്മണൻ തന്നെ ത്യജിക്കുന്നു ചെൽകിലും തൽക്ഷണം ഞാൻ ഉപേക്ഷിപ്പനറിയുക നീ. പാവകൻ തങ്കൽ പതിക്കേണമെങ്കിലുമേവം വിഷം കുടിക്കണമെന്നാകിലും താതൻ നിയോഗിക്കലേതുമേ സംശയം ചേതീചറ്റിൽ എനിക്കെന്നറിയുക നീ. താതകാര്യമനുജ്ഞാപ്തനം അന്നാകിലും മോദേന ചെയ്യുന്ന നന്ദനാനുത്തമൻ പ്രീത. പിത്രാഭിയുക്തനായിട്ടു ചെയ്യുന്നവൻ മധ്യമാനായുള്ള പുത്രനറിഞ്ഞാലും ഉക്തമെന്നാകിലും ഇക്കാര്യമെന്നാല് കർത്തവ്യമല്ലെന്നു വെച്ചങ്ങടങ്ങുന്നവൻ പിത്രോർമലമെന്നു ചൊല്ലുന്നു. തജ്ജനമിത്തമെല്ലാം പരിജ്ഞാനം മയാതുന ആകയാൽ താതാ നിയോഗമനുഷ്ഠിപ്പനാകുലമേതുമെനിക്കില്ല നിർണയം. സത്യം കരോമ്യഹം സത്യം മയോക്തം മറിച്ചു രണ്ടായി വരാ. രാമപ്രതിജ്ഞ കേട്ടൊരു കൈകേയിയും രാമനോടാശു ചൊല്ലിയിടിനാളാദരാൻ. താതൻ നിനക്കഭിഷേകാർത്ഥമായുടനാദര സംഭരിച്ചോരു സംഭാരങ്ങൾ കൊണ്ടഭിഷേകം ഭരതനു ചെയ്യണം. രണ്ടാം വരം പിന്നെയൊന്നുണ്ട് വേണ്ടുന്നു. നീ 14 സംവത്സരം കാനനെ താപസവേഷേണ വാഴുകയും വേണം. നിന്നോടിതോ നിയോഗിപ്പാൻ മടിയുണ്ട് മന്നവാൻ ഇന്നതോ ദുഃഖമാവുന്നതും എന്നതു കേട്ടു ശ്രീരാമനും ചൊല്ലിനാൻ. ഇന്നതിനെന്തൊരു വൈഷമ്യമായതോ ചെയ്തഭിഷേകം ഭരതനു ഞാനിനി വൈകാതെ പോവൻ വനത്തിനു മാതാവേ. എന്തിതെന്നോടു ചൊല്ലാഞ്ഞു പിതാവതു ചിന്തിച്ചു ദുഃഖിപ്പതിനെന്തു കാരണം. രാജ്യത്തെ രക്ഷിപ്പതിനു മതിയവൻ രാജ്യമുപേക്ഷിപ്പതിന് ഞാനും മതി. ദണ്ഡമാത്രേ രാജ്യഭാരം വഹിപ്പതോ ദണ്ഡകാവാസത്തിനേറ്റമിടുതല്ലോ. സ്നേഹമെന്നെ കുറിച്ചേറോമ്മയ്ക്കും ഇദ്ദേഹം മാത്രം ഭരിക്കുന്നു വിധിക്കയാൽ. ആകാശഗംഗയെ പാതാള ലോകത്തു വേഗേന കൊണ്ടു ചെന്നാക്കി ഭഗീരഥൻ തൃപ്തി വരുത്തി പിതൃക്കൾക്ക് പൂജവും തൃപ്തനാക്കിയിടുവാൻ താതനു തന്നെ യൗവനം നൽകി ജരാനരയും വാങ്ങി ദിവ്യന്മാരാൽ പിതൃപ്രസാദത്തിനാൽ അല്പമായുള്ള ഒരു കാര്യം നിരൂപിച്ചു മൽപിത ദുഃഖിപ്പതിനില്ല അവകാശം. രാഘവ വാക്യമേവം കേട്ട് ഭൂപതി ശോകേന നന്ദനൻ തന്നോട് ചൊല്ലിനാൻ. ശ്രീജിതനായതി കാമുകനായൊരു രാജാധമാനാകുമെന്നെയും വൈകാതെ പാശേന ബന്ധിച്ചു രാജ്യം ഗ്രഹിക്കണി. ദോഷം നിനക്കതിനെ ഭൂമകപ്പെടാം. അല്ലെങ്കിൽ എന്നോട് സത്യദോഷം പറ്റുമല്ലോ കുമാര ഗുണാംബുദേ രാഘവ. പൃഥ്വീപതീന്ദ്രൻ ദശരഥനും പുനരിത്തം പറഞ്ഞു കരഞ്ഞു തുടങ്ങിനാൻ. ഹാ രാമ ഹാ ജഗന്നാഥ ഹാ രാമ മമ പ്രാണവല്ലഭ. എന്നെ പിരിഞ്ഞു പൊറുക്കുന്നതെങ്ങനെ എന്നെ പിരിഞ്ഞു നീ ഘോരമഹാവനം തന്നിൽ ഗമിക്കുന്നതെങ്ങനെ നന്ദന. എന്നിത്തരം പല ജാതി പറയുകയും കണ്ണീരോലോലവാർത്തു കരയുകയും നന്നായി മുറുകെ തഴുകുകയും പിന്നെ ചുടേ ദീർഘമായി വീർക്കയും. ഖിന്നനായ ഒരു പിതാവിനെ കണ്ടിടൻ
തന്നെ കയ്യാൽ കുളിർത്ത ജലം കൊണ്ട് കണ്ണും മുഖവും തുടച്ചു രഘുത്തമൻ ആശ്ലേഷനീതി വാഗ്വൈഭവാദ്യങ്ങളാൽ ആശ്വസിപ്പിച്ചാൻ നയകോവിതൻ തഥാ എന്തിനെന്താതൻ വൃഥൈവ ദുഃഖിക്കുന്നതെന്തോരു ദണ്ഡമതിന്നു മഹാപതേ സത്യത്തെ രക്ഷിച്ചു കൊള്ളുവാൻ ഞങ്ങൾക്കു ശക്തി പോരായ്കയോ വലിയെന്നിരത്തിൻ്റെതോ രണ്ടിനും സോദരൻ നാടു ഭരിച്ചിരുന്നിടുക സാദരം ജ്ഞാനരണ്യത്തിലും വാഴുവർണ്ണാക്കിലേ രാജ്യഭാരം വഹിക്കുന്നതിൽ സൗഖ്യമേറും മനത്തിങ്കൽ വാണിടുവാൻ ഏതുമേ ദണ്ഡമില്ലാതെ കർമ്മം മാതാവെനിക്കോ വിധിച്ചതോന്നല്ലോ മാതാവ് കൗസല്യ തന്നെയും വന്ദിച്ചു മൈഥിലിയോടും പറഞ്ഞിനി വൈകാതെ പോവതിനായി വരുവേനെന്നരുൾ ചെയ്തു ദേവനം മാതൃഗൃഹം പുക്കാനതു നേരം ധാർമ്മികയാകിയ മാതാ സുസമ്മത ബ്രാഹ്മണരെ കൊണ്ട് ഹോമ പൂജാദികൾ പുത്രാഭ്യുദയത്തിനായി കൊണ്ട് ചെയ്യിച്ചു വിത്തമതീവദാനങ്ങൾ ചെയ്താതരാൻ ഭക്തി കൈക്കൊണ്ടു ഭഗവത് പദാംബുജം ചിത്തത്തിൽ നന്നായി ഉറപ്പിച്ചിരുന്നേരം ചെന്നൊരു പുത്രനെയും കണ്ടതില്ലല്ലോ അന്തികെ ചെന്നു കൗസല്യയോടെ നേരെ സന്തോഷമോടു സുമിത്ര ചൊല്ലിയിടിനാൾ രാമാനുഭാഗതനായതു കണ്ടിരെ ഭൂമിപാലപ്രിയെ നോക്കിയിടുകെന്നപ്പോൾ വന്ദിച്ചു നിൽക്കുന്ന രാമകുമാരനെ മന്ദേതരം മുറുകെ പുണർന്നിടിനാൾ പിന്നെ മടിയിലിരുത്തി നിറുകയിൽ നന്നായി മുകർന്നു കുതൂഹലാൽ ഇന്ദീവരദള ശ്യാമ കളേബരം മന്ദമന്ദം തലോടി പറഞ്ഞിടിനാൾ എന്തൻ മകനെ മുഖാംബുജം വാടുവാൻ ബന്ധമുണ്ടായതു പാരം വിശകയോ വന്നിരുന്നു ഭുജിപ്പതിനാശുനി എന്നു മാതാവു പറഞ്ഞോരനന്തരം വന്ന ശോകത്തെ അടക്കി രഘുവരൻ തന്നെ മാതാവിനോടരുളി ചെയ്തു ഇപ്പോൾ ഭുജിപ്പാനവസരമില്ല ക്ഷിപ്രമരണ്യവാസത്തിനു പോകണം മുൻപാടു കേകയ പുത്രിയാമമ്മയ്ക്ക് കൽപ്പിത രണ്ടോ വരം കൊടുത്തിടിനാനൊന്നു ഭരതനെ വാഴിക്കയെന്നതും എന്നെ വനത്തിനയക്കെന്നു മറ്റേതും തത്ര 14 സംവത്സരം വസിച്ചത്ര വന്നിടുവാൻ പിന്നെ ഞാൻ വൈകാതെ സന്താപമേതും മനസ്സിലുണ്ടാകാതെ സന്തുഷ്ടയായി വസിച്ചിടുക മാതാവും ശ്രീരാമവാക്യമേവം കേട്ടു കൗസല്യ ആരിൽ മോഹിച്ചു വിനേടിനാളാകുലാൾ പിന്നെ മോഹം തീർന്നിരുന്നു ദുഃഖാർണവം തന്നിൽ മുഴുകി കരഞ്ഞുടൻ തന്നെ നന്ദനൻ തന്നോട് ചൊല്ലിനാൻ ഇന്നു നീ കാനനത്തിന് പോയിടുകിൽ എന്നെയും കൊണ്ടുപോകണം മടിയാതെ എന്നെ പിരിഞ്ഞാൽ ക്ഷണാർദ്ധം പൊറുക്കുമോ ദണ്ഡകാരണ്യത്തിനാശു നീ പോകുകിൽ ദണ്ഡധരാലയത്തിന് പോയിടുവൻ പൈതലെ വേർപെട്ടുപോയ പശുവിനുള്ള തീ പറഞ്ഞറിയിച്ചിടരുതല്ലോ നാടുവാഴേണം ഭരതനെന്നാകിനെ കാടുവേ വാഴേണമെന്നുണ്ടോ വിധി മതം എന്തോ പിഴച്ചിതോ കൈകേയിയോടു നീ ചിന്തിക്ക ഭൂപനോടും കുമാരബലാദാതനും ഞാനുമൊക്കെയും ഗുരുത്വം കൊണ്ട് ഭേദം നിനക്കു ചെറ്റില്ലെന്നു നിർണയം പോകണമെന്നു താതൻ നിയോഗിക്കിൽ ഞാൻ പോകരുതെന്നു ചെറുക്കുന്നതുണ്ടല്ലോ എന്നുടെ വാക്യത്തെ ലംഘിച്ചു ഭൂപതി തന്നെ വാചാഗമിക്കുന്നതാകിലോ ഞാനുമെൻ പ്രാണങ്ങളെ ത്യജിച്ചിടുവൻ മാനവ വംശവും അന്നേ മുടിഞ്ഞുപോ തത്ര കൗസല്യ വചനങ്ങളിങ്ങനെ ചിത്തതാപേന കേട്ടോരു സൗമിത്രിയും ശോകരോഷങ്ങൾ നിറഞ്ഞ നേത്രാഗ്നിന ലോകങ്ങളെല്ലാം ദഹിച്ചു പോകും വണ്ണം ലാഘവൻ തന്നെ നോക്കി പറഞ്ഞിടിനാനാകുലാമെന്തിരു കാരണമുണ്ടാവാൻ ഭ്രാന്തചിത്തം ജഡം വൃദ്ധം വധൂജനം ശാന്തേതരം രൂപഹീനം ഷഠപ്രിയം ബന്ധിച്ചു താതനെയും പിന്നെ ഞാൻ പരിപന്തികളായുള്ളവരെയുമൊക്കെ അന്തകൻ വീട്ടിന്നയച്ചഭിഷേകമൊരന്തരം കൂടാതെ സാധിച്ചു കൊള്ളുവൻ ബന്ധമില്ലേതോമിതിന്നു ശോകിപ്പതിനന്തർമുത വസിച്ചിടുക മാതാവേ ആര്യപുത്രാഭിഷേകം കഴിച്ചിടുവാൻ ശൗര്യമെനിക്കതിനുണ്ടെന്നു നിർണയം കാര്യമില്ലാത്ത ദോഷ ചെയ്യുന്നതാകിലാചാര്യനും ശാസനം ചെയ്യുന്ന ദേവരു ഇത്തം പറഞ്ഞു ലോകത്രയം തദ്രുഷ ദഗ്ധമമ്മാറു സൗമിത്രി നിൽക്കുന്നേരം മന്ദഹാസം ചെയ്തു മന്ദേതരം ചെന്നു നന്ദിച്ചു ഗാഠമായ ലിംഗനവും ചെയ്തു സുന്ദരാൻ ഇന്ദിരാ മന്ദിര വത്സലാനൻ അനന്തസ്വരൂപൻ വിഗ്രഹൻ ഇന്ദീവരാക്ഷൻ ഇന്ദ്രാതിന്ദ്ര വൃന്ദാരക വൃന്ദവാദ്യാഘ്രിയോ മാരവിന്ദൻ പൂർണ്ണചന്ദ്രബിംബാനനാനിന്ദു ചൂടപ്രിയൻ വന്ദാരു വൃന്ദ മന്ദാരോപമൻ ലക്ഷ്മണോപദേശം
വത്സ സൗമിത്രേ കുമാര നീ കേൾക്കണം മത്സരാദ്യം വെടിഞ്ഞെന്നുടെ വാക്കുകൾ നിന്നുടെ തത്വം അറിഞ്ഞിരിക്കുന്നിതോ മുന്നമേ ഞാനിടോ നിന്നുള്ളിലെപ്പോഴും എന്നെക്കുറിച്ചുള്ള വാത്സല്യപൂരവും നിന്നോളമില്ല മറ്റാർക്കുമെന്നുള്ളതും നിന്നാൽ അസാധ്യമായല്ലോ ഒരു കർമ്മവും നിർണയമെങ്കിലും ഒന്നിതൂകൾക്കങ്ങേ ദൃശ്യമായുള്ള ഒരു രാജ്യദേഹാദിയും വിശ്വവും നിശേഷധാന്യധനാദിയും സത്യമെന്നാകിലെ തൽപ്രയാസന്തവായുക്തമതല്ലാകിലെന്തതിനാൽ ഫലം ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം വേഗേന നഷ്ടമായുസ്സുമൂർക്ക നീ വന്യസന്തപ്ത ലോഹസ്താംബു ബിന്ദുന സന്നിധം മർത്യജന്മം ക്ഷണഭംഗുരം ചക്ഷുശ്രവണകളസ്തമാം ദർദുരം ഭക്ഷണത്തിനപേക്ഷിക്കുന്നതു പോലെ കാലാഹിന പരിഗ്രസ്തമാം ലോകവുമായോളചേതസാഭോഗങ്ങളേടുന്നു പുത്രമിത്രാർത്ഥ കളത്രാദി സംഗമാം എത്രയോ അല്പകാലസ്ഥിതമാർക്കനീ പാന്ധർ പെരുവഴിയമ്പലം തന്നിലേതന്തരായി കൂടി വിയോഗം വരും പോലെ നദ്യമൊഴുകുന്ന കഷ്ടങ്ങൾ പോലെയോ എത്രയും ചഞ്ചലമാലയാ സംഗമം ലക്ഷ്മിയോ മസ്ഥിരയല്ലോ മനുഷ്യർക്കു നിൽക്കുമോ യൗവനവും പുനരധ്രുവം സ്വപ്ന സമാനം കളത്ര സുഖം നൃണമൽപമായുസ്സും നിരൂപിക്ക ലക്ഷ്മണ രാഗാദി സങ്കുലമായുള്ള സംസാരമാകെ നിരൂപിക്കൽ സ്വപ്നതുല്യം സഖേ ഓർക്ക ഗന്ധർവ നഗര സമമതിൽ മൂർഖന്മാർ നിത്യമനുക്രമിച്ചിടുന്നു ആദിത്യദേവാനുദിച്ചിതു വേഗേന യാദപതിയിൽ മറഞ്ഞിതു സത്വരം നിദ്രയും വന്നേതുദയ ശൈലോപരി വിദ്രുതം വന്നിതോ പിന്നെയും ഭാസ്കരൻ ഇത്തം അതിഭ്രമമുള്ള ഒരു ജന്തുക്കൾ ചിത്തേ വിചാരിപ്പതിനില്ല സകാലാന്തരം ആയുസ് പോകുന്നതേതോ മറിവിലമായ സമുദ്രത്തിൽ മുങ്ങിക്കിടക്കയാൽ വാർദ്ധക്യമോടു ജരാനരയും കൊണ്ടു ചിത്തമോഹേന മരിക്കുന്നിതു ചിലർ നേത്രേന്ദ്രിയം കൊണ്ട് കണ്ടിരിക്കെ പുനരോർത്തറിയുന്നിലമായ തന്മൈഭവം ഇപ്പോൾ ഇതു പകൽ പിൽപ്പാട് രാത്രിയും പിൽപ്പാടു പിന്നെ പകലുമുണ്ടായി വരും ഇപ്രകാരം നിരൂപിച്ചു മൂഢാത്മാക്കൾ ചിൽപുരുഷൻ ഗതിയേതുമറിയാതെ കാലസ്വരൂപനാമീശ്വരൻ തന്നെ ലീലാവിശേഷങ്ങൾ ഒന്നുമോരായികയാൽ ആമ കുംഭാംബു സമാനമായുസുടൻ പോമമേതും ധരിക്കുന്നതില്ലാരുമേ യോഗങ്ങളായുള്ള ശത്രുക്കളും വന്നു ദേഹം നശിപ്പിക്കുമേവനും നിർണയം വ്യാഘ്രിയെ പോലെ ജരയുമടുത്തു വന്നാക്രമിച്ചിടും ശരീരത്തെ നിർണയം മൃത്യുവും കൂടൊരു നേരം പിരിയാതെ ഛിദ്രവും പാത്തുള്ളിലിരിക്കുന്നു ദേഹം നിമിത്തമഹം ബുദ്ധി കൈക്കൊണ്ട് മോഹം കലർന്നു ജന്തുക്കൾ നിരൂപിക്കും ബ്രാഹ്മണോഹം നരേന്ദ്രോഹമാഢ്യോഹം എന്ന പ്രേരിതം കലർന്നിടും ദശാന്തരെ ജന്തുക്കൾ ഭക്ഷിച്ചു കാഷ്ടിച്ചു പോകിലാം വെന്തുവെന്നീറായി ചമഞ്ഞു പോയിടിലാം മണ്ണിനു കീഴായി കൃമികളായി പോകിലാം നന്നല്ല ദേഹം നിമിത്തം മഹാമോഹം ത്വം മാംസരക്താസ്തി വിൺമൂത്രരേതസം സമ്മേളനം പഞ്ചഭൂതക നിർമ്മിതം മായാമയമായി പരിണാമിയായ ഒരു കായം വികാരിയായുള്ളൊന്നിത ധ്രുവം ദേഹാഭിമാനം നിമിത്തമായുണ്ടായ മോഹേനതോ ലോകം ദഹിപ്പിപ്പതിന്നു നീ മാനസതാരിൽ നിരൂപിച്ചതും തവാജ്ഞാനമില്ലായിരുന്നറിയുക നീ ലക്ഷ്മണ ദോഷങ്ങളൊക്കെ വേദഹാഭിമാനിനം രോഷേണ വന്നു ഭവിക്കുന്നിതോർക്ക നീ ദേഹോഹമെന്നുള്ള ബുദ്ധി മനുഷ്യർക്ക് മോഹമാതാവാം അവിദ്യയാകുന്നതും ദേഹമല്ലോർക്കിൽ ഞാനായതാത്മാവെന്നു മോഹൈകഹന്ത്രിയായുള്ളതു വിദ്യകൾ സംസാരകാരിണിയായത വിദ്യയും സംസാരനാശിനിയായതോ വിദ്യയും ആകയാൽ മോക്ഷാർത്ഥിയാകിൽ വിദ്യാഭ്യാസമേകാന്തചേതസ ചെയ്യുക വേണ്ടുന്നതും തത്ര കാമക്രോധലോപമോഹാദികൾ ശത്രുക്കളാകുന്നതെന്നു മറിയുക നീ മുക്തിക്ക് വിഘ്നം വരുത്തുവാൻ എത്രയും ശക്തിയുള്ളൊന്നിതിൽ ക്രോധമറികടോ മാതാപിതൃഭ്രാതുമിത്ര സഖികളെ ക്രോധം നിമിത്തം ഹനിക്കുന്നിതുപുമാൻ ക്രോധമൂലം മനസ്താപമുണ്ടായി വരും ക്രോധമൂലം നൃണം സംസാരബന്ധനം ക്രോധമല്ലോ നിജധർമ്മക്ഷയകരം ക്രോധം പരിത്യജിക്കേണം ബുധജനം ക്രോധമല്ലോ യമാനായതോ നിർണയം വൈതരണ്യാഖയാകുന്നതോ തൃഷ്ണയും സന്തോഷമാകുന്നതോ നന്ദനം വനം സന്തതം ശാന്തിയെ കാമസുരഭികൾ ചിന്തിച്ചു ശാന്തിയെ തന്നെ ഭജിക്കനേ സന്താപമെന്നാൽ ഒരു ജാതിയും വരാം ദേഹേന്ദ്രിയ പ്രാണബുദ്ധ്യാദികൾക്കെല്ലാം ആഹന്തമേലെ വസിപ്പതാത്മാവുകൾ ശുദ്ധ സ്വയം ജ്യോതിരാനന്ദപൂർണമായ
തത്വാർത്ഥമായി നിരാകാരമായി നിത്യമായി നിർവികൽപ്പം പരം നിർവികാരം ഖനം സർവൈക കാരണം സർവജഗന്മയം സർവൈക സാക്ഷിണം സർവജ്ഞമീശ്വരം സർവദാ ചേതസേ ഭാവിച്ചുകൊള്ളുക നീ സാരജ്ഞനായ നീ കേൾ സുഖ ദുഃഖദം പ്രാരബ്ധമെല്ലാം അനുഭവിച്ചിടണം കർമ്മേന്ദ്രിയങ്ങളാൽ കർത്തവ്യമൊക്കവേ നിർമായമാചരിച്ചിടുകന്നേ വരൂ കർമ്മങ്ങൾ സംഘങ്ങളൊന്നിലും കൂടാതെ കർമ്മഫലങ്ങളിൽ കാക്ഷയും കൂടാതെ കർമ്മങ്ങളെല്ലാം വിധിച്ചവണ്ണം ബ്രാഹ്മണി നിത്യ സമർപ്പിച്ചു ചെയ്യണം നിർമ്മലമായുള്ള ഒരാത്മാവ് തന്നോട് കർമ്മങ്ങളൊന്നുമേ പറ്റുകയില്ലെന്നാൽ ഞാനീ പറഞ്ഞതെല്ലാമേ ധരിച്ചുതൻ ജ്ഞാനസ്വരൂപം വിചാരിച്ചു സന്തതം മാനത്തെയൊക്കെ ത്യജിച്ചു നിത്യം പരമാനന്ദം ഉൾക്കൊണ്ടു മായാവിമോഹങ്ങൾ മാനസത്തിങ്കലിൽ നാശു കളക നീ മാനമല്ലോ പരമപദമാസ്പദം സൗമിത്രി തന്നോടി വെണ്ണ മരുൾ ചെയ്തു സൗമുഖ്യമോടു മാതാവോട് ചൊല്ലിനാൻ.